സംസ്ഥാനത്തെ ഭക്ഷണശാലകളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അവസാനിക്കും. നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഭക്ഷണശാലകളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ഉത്തരവിറക്കിയതിനു ശേഷം 3 തവണ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാവകാശം നീട്ടി നൽകിയിരുന്നു. വിവരങ്ങളുമായി അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വതി, ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയ ഉത്തരവ് അതിന്ന് അവസാനിക്കുകയാണ്. നാളെ തൊട്ട് എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നേരത്തെ 3 തവണയാണ് ഈ കാലാവധി നീട്ടിയത് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഈ ഹെൽത്ത് കാർഡ് എടുക്കുവാനുള്ള ഒരു ധൃതിയിലാണോ ഹോട്ടൽ ജീവനക്കാർ? ഈ സംസ്ഥാനത്ത് ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഏപ്രിൽ 1 മുതൽ ഹെൽത്ത് കാർഡ്, അതായത് നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഹെൽത്ത് കാർഡ് എടുക്കാൻ തിരക്ക് അനുഭവപ്പെട്ടതിനാൽ നേരത്തെ 2 തവണ ഈ തീയതി നീട്ടി നൽകിയിരുന്നു. ഹെൽത്ത് കാർഡ് ലഭിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ടൈഫോയിഡ് വാക്സിൻ കിട്ടാനില്ലാത്തതും ഈ തീയതി നീട്ടാനായിട്ട് ഒരു കാരണമായിരുന്നു. ഈ ഹെൽത്ത് കാർഡ് നൽകുന്നതിന് ടൈഫോയിഡ് വാക്സിൻ, അതുപോലെ തന്നെ വിരശല്യത്തിനുള്ള ഗുളിക എന്നിവ നിർബന്ധമായും സ്വീകരിക്കണമെന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കാരുണ്യ ഫാർമസികൾ വഴി വളരെ കുറഞ്ഞ വിലയിൽ ടൈഫോയിഡ് വാക്സിൻ ആരോഗ്യവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പൊതുവിപണിയിൽ 350 രൂപ മുതൽ 2000 രൂപയ്ക്ക് മുകളിൽ വരെയാണ് ഈ വാക്സിന്റെ വില. കാരുണ്യ ഫാർമസികൾ വഴി ഇത് വില കുറച്ച് 95 രൂപ, അതായത് 95.52 രൂപയിലാണ് ഈ വാക്സിൻ ലഭ്യമാക്കുന്നത്. ഈ മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്, അതായത് അവശ്യ മരുന്നുകളുടെ കൂട്ടത്തിൽ ടൈഫോയിഡ് വാക്സിൻ ഉൾപ്പെടാത്തതിനാൽ KMSL വഴി ഇത് ലഭ്യമായിരുന്നില്ല. അതേസമയം മെഡിക്കൽ സ്റ്റോറുകൾ വഴി വില കൂടിയ വാക്സിൻ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്ന പരാതിയും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പരമാവധി വില കുറച്ച് ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ 2 തവണ ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി എടുക്കുന്നതിനുള്ള ഒരു കാലാവധി നീട്ടി നൽകിയിരുന്നത്. എന്തായാലും നിലവിൽ ഏതൊക്കെ ഹോട്ടലുകൾ പരമാവധി ഈ ഹെൽത്ത് കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒക്കെ നേരത്തെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ നേരത്തെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. KHRAയുടെ പ്രസ് മീറ്റുകളിലൊക്കെ തന്നെ അവർ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇന്ന് ഹെൽത്ത് കാർഡ് അവസാന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ എല്ലാവരും തന്നെ ഏകദേശം പരമാവധി ആളുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. മറ്റ് കാര്യങ്ങൾ, ഇതിൽ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് ഇനി എങ്ങനെയാണ് പിഴത്തുകയോട് കൂടി എടുക്കാവുന്ന ഒരു അവസരം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട്. വ്യക്തമാണ്. സംസ്ഥാനത്തെ ഭക്ഷണശാലകളിലെ ജീവനക്കാർക്ക് നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാവുകയാണ്. ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അവസാനിക്കുകയാണ്. അശ്വതിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.